ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി 900 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ് ബുധനാഴ്ച മുതൽ പെൻഷൻ വിതരണം ചെയ്യും. 5 മാസത്തെ കുടിശ്ശിക നിൽക്കെയാണ് ഒരു മാസത്തെ പെൻഷൻ തുക അനുവദിച്ചത്. തെരഞ്ഞെടുപ്പിന് മുന്നേ 2 മാസത്തെ മാത്രം പെൻഷൻ തുക അനുവദിച്ചിരുന്നു. ടിൻഡു ദാസ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നുണ്ട്. ടിൻഡു, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സംസ്ഥാനത്ത് ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനാണ് ധനവകുപ്പ് 900 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. ബുധനാഴ്ച സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്തു തുടങ്ങും. നിലവിൽ 5 മാസത്തെ കുടിശ്ശിക നിലനിൽക്കുകയാണ് ഇപ്പോൾ ഒരു മാസത്തെ കുടിശ്ശിക അല്ലെങ്കിൽ ഒരു മാസത്തെ തുക നൽകാനായി തീരുമാനിച്ചിട്ടുള്ളത്. ഈ മാസവും കൂടി പെൻഷൻ നൽകിയില്ലെങ്കിൽ മുഴുവനായി 6 മാസത്തെ കുടിശ്ശിക വരുമായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടി 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക നൽകിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ഒക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ചൂട് നിന്ന സമയത്താണ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത്. അവിടെയും 5 മാസം ബാക്കി ഉണ്ടായിരുന്നു. ഈ 5 മാസത്തെ കുടിശ്ശിക ഇട്ടുകൊണ്ടാണ് ഒരു മാസത്തിലുള്ള ക്ഷേമ പെൻഷനുള്ള തുക അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള വിവാദങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ തുക അനുവദിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെയൊക്കെ വാർത്ത ചെയ്തിരുന്ന പോലെ പെൻഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മറ്റും ഉയർന്ന സാഹചര്യമാണ്. പൊതുഭരണ വകുപ്പ് ഇടപെട്ടുകൊണ്ട് ധനവകുപ്പിന്റെ കീഴിലുള്ള പെൻഷൻ കമ്പനി പിരിച്ചുവിടണം, പെൻഷൻ കമ്പനി നഷ്ടമാണ്, സംസ്ഥാനത്തിന്റെ പൊതുകടത്തെ പെൻഷൻ കമ്പനി കാര്യമായി ബാധിക്കുന്നുണ്ട് തുടങ്ങിയ രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഭരണപരിഷ്കരണ കമ്മീഷന്റെ ഭാഗത്തു നിന്നൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലും കൂടെയാണ് ഇപ്പോൾ 900 കോടി രൂപ ധനവകുപ്പ് പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. ബുധനാഴ്ച മുതൽ ഇത് ഒരു മാസത്തെ പെൻഷൻ നൽകി തുടങ്ങും. അവിടെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് നിലവിൽ നൽകുന്നത് വാർദ്ധക്യ പെൻഷൻ പോലുള്ള സാമൂഹ്യക്ഷേമ പെൻഷനുകളാണ്. മറ്റു വിധവാ പെൻഷൻ അതുപോലുള്ള സഹായമുള്ള പെൻഷനൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് മുൻഗണന പരിഗണിച്ചുകൊണ്ടുള്ള പെൻഷൻ വിതരണമായിരിക്കും ബുധനാഴ്ച മുതൽ നടപ്പിലാക്കുക. കഴിഞ്ഞ മാസങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ മുൻഗണന വെച്ചായിരുന്നു പെൻഷൻ വിതരണം നടന്നിട്ടുണ്ടായിരുന്നപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾക്ക് പെൻഷൻ ലഭിക്കും. പിന്നീട് ഒരു വിഭാഗം ജനങ്ങൾക്ക് പിന്നെയും 6 മാസത്തെ കുടിശ്ശിക വരും. എന്തായാലും ഈ കുടിശ്ശികയൊക്കെ നിൽക്കുമ്പോഴും കുടിശ്ശിക പൂർണ്ണമായി നൽകി തീർക്കാൻ കഴിയാതെ ഒരു മാസത്തെ പെൻഷൻ മാത്രം കൊടുത്തുകൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ആക്ഷേപമൊക്കെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എന്തായാലും 50 ലക്ഷത്തോളം വരുന്ന ആളുകളെ വെട്ടിക്കുറച്ച് 40 ലക്ഷത്തിലേക്ക് ആക്കിയെങ്കിലും അവിടെയും ചുരുക്കം ചിലർക്ക് മാത്രമേ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുകയുള്ളൂ എന്നതും മറ്റൊരു വസ്തുതയാണ്. എന്തായാലും ബുധനാഴ്ച മുതൽ ഒരു മാസത്തെ പെൻഷൻ നൽകി തുടങ്ങും. 900 കോടി രൂപയാണ് ഇതിനുവേണ്ടി ധനവകുപ്പ് അനുവദിച്ചത്. വിഷ്ണു, ടിൻഡു, ഇത്തരത്തിൽ ഈ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളെയൊക്കെ താൽക്കാലികമായി ശമിപ്പിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി തന്നെയല്ലേ ഇത്തരത്തിലുള്ള ചെറിയ തുകകൾ നൽകുന്നത്? ഇപ്പോൾ പ്രധാനമായും ഇത്തരത്തിൽ കൃത്യമായി ശാശ്വത പരിഹാരം കാണാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് വേണ്ടേ നമുക്ക് കരുതേണ്ടത്? മാത്രവുമല്ല, ഈ ലോകകേരള സഭ അടക്കമുള്ള ധൂർത്തുകളും മറുവശത്ത് തുടരുകയാണ്. തീർച്ചയായും വിഷ്ണു, ഒരുപക്ഷെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ 5 മാസത്തെ പെൻഷൻ കൊടുത്തു തീർക്കണമെങ്കിൽ ഏതാണ്ട് 4500 കോടി രൂപയുടെ ബാധ്യതയാണ് സംസ്ഥാന സർക്കാരിന് ഏൽക്കേണ്ടി വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ 900 കോടി രൂപ കൊടുത്ത് നിലവിലെ സാഹചര്യം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക എന്ന് പറയുന്നതാണ് ഏറ്റവും സർക്കാരിന് അല്ലെങ്കിൽ ധനവകുപ്പിന് ഏറ്റവും ഉചിതമായ കാര്യം. അത് തന്നെയാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 900 കോടി രൂപ ഓരോ മാസവും വേണം. ആ ഓരോ മാസത്തെയും തുക കൂട്ടുമ്പോൾ തന്നെ വലിയൊരു തുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കുടിശ്ശികയെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കുടിശ്ശികയെല്ലാം അടച്ചുകൊണ്ട് കുടിശ്ശികയെല്ലാം നൽകി തീർത്തുകൊണ്ട് ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ എന്തായാലും ധനവകുപ്പോ സർക്കാരോ മുൻകൈ എടുക്കില്ല. നിലവിൽ ചുരുക്കം ചിലയിടത്തെങ്കിലും പെൻഷൻ നൽകിക്കൊണ്ട് ഒരു ഈ നിലവിലെ ചർച്ചകളൊന്ന് ശമിപ്പിക്കാൻ അല്ലെങ്കിൽ നിലവിലെ വിവാദങ്ങളൊന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇത്തരത്തിൽ ഒരു മാസത്തെ പെൻഷൻ മാത്രം വിതരണം ചെയ്തത്. നേരത്തെ വിട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകകേരള സഭ പോലെ ഉള്ള വമ്പൻ പരിപാടികൾക്ക് സർക്കാർ വലിയ രീതിയിലുള്ള പണം അല്ലെങ്കിൽ വലിയ രീതിയിൽ തുക ഇറക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾക്കൊക്കെ സർക്കാർ വലിയ രീതിയിലൊക്കെ പണം അനുവദിക്കുന്നുണ്ടെങ്കിലും പെൻഷന്റെ കാര്യത്തിൽ സർക്കാർ മൈൻഡ് ചെയ്തില്ല എന്നാണ് മനസ്സിലാക്കേണ്ടിയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ 6 മാസത്തെയൊക്കെ കുടിശ്ശിക വരുന്നത്. ഇലക്ഷന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമൊക്കെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന വാഗ്ദാനം എന്ന് പറയുന്നത് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഒരു മാസം പോലും മുടങ്ങില്ല എന്നായിരുന്നു.
ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തെറ്റിച്ചുകൊണ്ട് 7 മാസം മുടങ്ങുന്നു, 6 മാസം മുടങ്ങുന്നു, 6 മാസത്തെ 7 മാസത്തെ കുടിശ്ശിക നിർത്തിക്കൊണ്ട് 1 മാസത്തെ പെൻഷൻ മാത്രം വിതരണം ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വീഴ്ചകളൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഒരുപക്ഷെ ഈ പെൻഷൻ വിതരണത്തിനായി മുതിർന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനിടയിൽ പെൻഷൻ ഉപഭോക്താക്കളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്ന ഒരു രീതിയൊക്കെ വന്നിട്ടുണ്ടായത്. മസ്റ്ററിങ്ങിലൂടെ മറ്റുമൊക്കെ പെൻഷൻ ലഭിക്കുന്ന ആളുകളുടെ എണ്ണം വെട്ടിക്കുറച്ചു. എന്നിട്ടും സർക്കാരിന് കരകയറാനായില്ല. ഈ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം പുറത്ത് കാണിക്കാതെ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പെൻഷൻ ലഭിക്കുന്ന ആൾക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചിട്ടും മറ്റു വഴികൾ നോക്കിയിട്ടുമൊന്നും ഇത് ഈ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് സാധിക്കുന്നില്ല. നമുക്കറിയാം, ഈ ഇന്ധന സെസ്സിലൂടെയൊക്കെ സർക്കാർ പ്രതീക്ഷിക്കുന്ന തുക കിട്ടുന്നില്ല. ഏതാണ്ട് 700 കോടി രൂപയ്ക്ക് അകത്ത് മാത്രമേ കിട്ടുന്നുള്ളൂ. ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാൻ തന്നെ ഏതാണ്ട് 900 കോടി രൂപ വരെ. 200 കോടി എന്തായാലും അധികം കടമാണ്, മൊത്തത്തിൽ കടമാണ്. അതിനിടയിലാണ് ഈ പ്രശ്നവും കൂടി. എന്തായാലും 1 മാസത്തെ പെൻഷനും കൂടി വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനായിട്ട് 900 കോടി അനുവദിച്ചു. ബുധനാഴ്ച മുതൽ ഈ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. വിഷ്ണു. യെസ്, വ്യക്തമാണ്. ടിൻഡു ദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.